കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരത്തിലൂടെ കറങ്ങി നടക്കുമ്പോഴാണ് ആരോ ശേഖരിച്ചു വെച്ചതുപോലെ 3-4 കിളിക്കൂട് കാണുന്നത്. കൂട് കയ്യിലെടുത്ത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് കിളിക്കൂട് നിർമ്മാണത്തിലെ പ്രൊഫഷണൽ ബിൽഡേഴ്സായ ഓലഞ്ഞാലിക്കുരുവിയുടെ കൂടാണിത്. പാടശേഖരങ്ങളും തെങ്ങും തോപ്പുകളും ധാരാളമുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെയുള്ള തെങ്ങുകളിൽ ഒട്ടുമിക്കതിലും ഓലഞ്ഞാലി കൂട് കൂട്ടിയിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി ഉയരം കൂടിയ തെങ്ങുകൾ നോക്കിയാണ് ഓലഞ്ഞാലി കൂടൊരുക്കുന്നത്. പാടശേഖരത്ത് കൊയ്ത്ത് കഴിയുന്ന മഴക്കാലത്തിന് മുൻപുള്ള സമയമാണ് ഓലഞ്ഞാലിയുടെ പ്രജനനകാലം. കാക്കകളുടെ ഇനത്തിൽപ്പെടുന്ന ഓലഞ്ഞാലി കേരളത്തിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നത്. അതിൽ പലതും രസകരമായ പേരുകളാണ്. ഓലമുറിയൻ, പുകബ്ലായി, പൂക്കുറിഞ്ഞിപ്പക്ഷി, കുട്ടിയുർളിപ്പക്ഷി, കോയക്കുറിഞ്ഞി, കാറാൻ, ചെലാട്ടി, കീരിയാറ്റ അങ്ങനെ പല പേരുകളിലാണ് ഓലഞ്ഞാലി അറിയപ്പെടുന്നത്. ഫ്ലെക്സിബിളായ ചെറിയ നാരുകളും ചുള്ളിക്കമ്പുകളും എല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് ഓലക്കീറുകൾക്കിടയിൽ നിന്നാണ് കൂട് നിർമ്മാണം തുടങ്ങുന്നത്. ശക്തമായി കാറ്റ് വീശുന്ന പാടശേഖരങ്ങളുടെ ഓരത്ത് ആ കാറ്റിനെയും അതിജീവിക്കുന്ന വിധത്തിലാണ് കൂട് നിർമ്മാണം. 1 നിലയും 2 നിലയും ഒക്കെയായി 1 മീറ്റർ നീളം വരെയുള്ള കൂടുകൾ ഇവർ നിർമ്മിക്കാറുണ്ട്. കൂടുപേക്ഷിച്ച് കിളികൾ പോയാലും കൂട് തെങ്ങിൽ തന്നെ അവശേഷിക്കും. ഓല ഉണങ്ങി താഴെ വീഴുമ്പോൾ മാത്രമാണ് കൂടും താഴെ പതിക്കുന്നത്. അങ്ങനെ വീണ് കിട്ടിയ 2 കൂട് നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി ഏതെങ്കിലും മരത്തിൽ സെറ്റ് ചെയ്താൽ ഏതെങ്കിലും കിളികൾ വന്ന് കൂട് കൂട്ടിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.